ഹലോ വെൽക്കം ബാക്ക്. പാർട്ട് 1 കാണാത്തവർ വേഗം ഓടിപ്പോയി കണ്ടല്ലോ കേട്ടോ. ഇത് UK വന്ന ഞങ്ങളുടെ 3 പേരുടെ സ്റ്റോറീസാണ് ഈ വീഡിയോയിൽ കാണുക. അപ്പോൾ കാണാത്തവർ പോയി കണ്ടിട്ട് വേഗം ഈ വീഡിയോയിലോട്ട് കടന്നോളൂ. ഞാൻ ജോലിക്ക് കയറിയ കാര്യം പറയും കേട്ടോ. ഞാൻ ജോലിക്ക് കയറിയത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. ആ ടൈമിൽ ഭയങ്കര പാടായിരുന്നു ജോലി കിട്ടാൻ. ഇപ്പം അതിലും പാടാണ് ജോലി കിട്ടാൻ. എന്നാലും അത്യാവശ്യം കഷ്ടപ്പാടായിരുന്നു ജോലി കിട്ടാനായിട്ട്. തൊട്ടടുത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ ഹൗസ് കീപ്പിങ്ങിൽ ആയിരുന്നു. അതായത് പോവുക, ഹോട്ടലിലെ റൂമും വൃത്തിയാക്കുക, ബാത്റൂം വൃത്തിയാക്കുക, ഇതൊക്കെ ആയിരുന്നു ആദ്യത്തെ ആ പണി എന്ന് പറയുന്നത്. ഭയങ്കര സങ്കടം വന്നു. കാരണം ഞാൻ നാട്ടിൽ ഫെഡറൽ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ബാത്റൂമൊക്കെ കഴുകും. അതേപോലെ തന്നെ ചീത്ത പറയും. വന്നിട്ട് ഒരു റൊമേനിയക്കാരി ഒരു പെണ്ണുണ്ടായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയും. അവർക്ക് ഇംഗ്ലീഷ് അത്ര കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ നമുക്ക് അതിൽ സങ്കടം. ചില സമയത്തൊക്കെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. 20 hours ഞാനന്ന് ചെയ്തുകൊണ്ടിരുന്നത് 5 ദിവസമായിട്ടാണ്. 4 മണിക്കൂർ വെച്ചിട്ട് 5 ദിവസം, അങ്ങനെയാണ് 20 hours ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏജൻസി ത്രൂ ട്രാവലോഡ്ജിൽ ഹൗസ് കീപ്പിംഗ് ചെയ്യാനായിട്ട് പോയി. അവിടെ പക്ഷേ അത്യാവശ്യം സുഖമായിരുന്നു. അത് മലയാളികൾ നടത്തുന്ന ഒരു ഏജൻസി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മലയാളികൾ നടത്തുന്ന ഏജൻസി മലയാളികൾ തന്നെയാണ്. അപ്പൊ പേരായിട്ട് പോകുന്നത് നമ്മൾ മലയാളികളുടെ നമ്മൾ കുറെ എൻജോയ് ചെയ്യും. അതില് സത്യം പറഞ്ഞ ഡ്രോബാക്സും ഉണ്ട്, നല്ലതും ഉണ്ട്. നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് കൂട്ടുകൂടി വർക്ക് ചെയ്യാം. അങ്ങനെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇത് ഇംഗ്ലീഷ് കൺട്രി ആണല്ലോ UK എന്ന് പറയുന്നത്. ഒരക്ഷരം ഇംഗ്ലീഷ് പറയാൻ അറിയാൻ പറ്റില്ല. അത് ഒരു കുറച്ച് നമ്മളിവിടെ വന്നിട്ട് നമ്മളൊന്നും ഇമ്പ്രൂവ് ആവുന്നില്ല. വർക്കിന് പോകുമ്പോൾ നമ്മൾ മലയാളി ഇസിന്റെ കൂടെ തന്നെ അപ്പൊ നമ്മൾ മലയാളം പറയുള്ളൂ. പിന്നെ അവിടെ ഇവിടെ ബാക്കിയുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ ഉള്ളൊരു ഇത്. അതും അങ്ങനെ നമ്മൾ ഇപ്പൊ നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ പോകണേ എല്ലാം സെൽഫ് ചെക്കൗട്ടാ. നമുക്ക് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ട്രാവലോഡ്ജില് എനിക്ക് തോന്നുന്നു 2021 ഡിസംബർ അവസാനം ജാനുവരി വരെ അങ്ങനെയായിരുന്നു. ആ ടൈമിൽ ഒരു കോവിഡിന്റെ ഒരു ഔട്ട് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് UK കുറെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ഒക്കെ കുറഞ്ഞു. അങ്ങനെ ഞാൻ ടാക്കോസിൽ കയറി, അനു കെയർ ഹോമിൽ കയറി. ഫസ്റ്റ് കെയർ ഹോമിലാണ്. ഞാനിവിടെ വന്നിട്ട് ഞാൻ നവംബറിൽ വരുമ്പോ എല്ലാരും നമ്മൾ വരുന്നത് ഇവിടെ ജോലി വാങ്ങിയ പാർട്ട് ടൈം വന്നൊരു 10 ദിവസം നമുക്ക് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും വന്നു ഇവിടുന്ന് റിലാക്സ് ചെയ്തോട്ടെ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് വന്നു പിറ്റേ ദിവസം തന്നെ ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കണം. കാരണം ജോലി ആയില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. കാരണം നമ്മളോട് വീട്ടിൽ നിന്ന് നാട്ടുകാരെ വിളിക്കുമ്പോൾ ജോലി ആയോ അതാ ആദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കും ഒരു സ്ട്രഗിൾ ഉണ്ട്. എനിക്ക് വാങ്ങിച്ച കടം തീർത്ത് കൊടുക്കണം. നമുക്ക് ആ ഒരു ഇതാണല്ലോ മൈൻഡിൽ. അപ്പൊ പെട്ടെന്ന് വന്നു പിറ്റേ ദിവസം തന്നെ ജോലി എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിക്കാൻ ഒരു വന്നിട്ട് എനിക്കൊരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ കയറി. പക്ഷെ അപ്പോഴും ഞാൻ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. എനിക്ക് ജോലി ആവുന്നില്ല. ഇപ്പൊ ഞാൻ വിചാരിക്കുമ്പോ ദൈവമേ ഞാൻ ഒരു 10 ദിവസം ജോലി ആയില്ലെന്ന് പറഞ്ഞാൽ എന്റെ 10 ദിവസത്തിനുള്ളിൽ ഇവിടെ പോയിക്കൊണ്ടിരുന്ന ട്രാവലേഴ്സ് മലയാളീസ് നടത്തുന്ന ഏജൻസി അവിടെ ഞങ്ങൾ കയറി അവിടെ പോവാൻ തുടങ്ങി. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂവിന് അവിടുത്തെ ഓഫീസിലെ കുറച്ച് DBSന്റെ ഓഫീസ് ജോബ് എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇതും പോകുന്നുണ്ട്, ട്രാവലോഡ്ജിൽ ഇതിനും പോകുന്നുണ്ട്. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ പോകുന്നു. വലിയ ഇതിന് വേറൊരു ജോബിനെ കുറിച്ചിട്ട് അപ്പൊ ചിന്തിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഉണ്ട് സ്റ്റിൽ കെയർഹോമിൽ കയറുവാണെങ്കിൽ ഇനി കോവിഡ് വന്നാലും നമുക്ക് കെയർഹോമിലാണെങ്കിൽ സേഫ് ആണെന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കെയർഹോമിൽ കയറി കൊള്ളാന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കട്ടായത് ഒരു പാഴ്സൽ ഓക്കെ തുടങ്ങിക്കോ. കെയർ ഹോമില് അയ്യോ മറ്റേ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. അതായത് ഞങ്ങൾ ട്രാവലോഡ്ജ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് അതായത് കെയർ ഹോമിൽ സത്യം പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ ദിവസം ജോലിക്ക് പോയി. പക്ഷെ ഞാൻ അന്ന് പോയതിന്റെ അന്നത്തെ പൈസ പോലും വാങ്ങാണ്ട് ഞാൻ തിരിച്ചു വെച്ചു. അങ്ങനെ ഞാൻ ഓടിപ്പോന്നു. അതായത് കെയർ ഹോം കൊള്ളൂലാഞ്ഞിട്ടോ അല്ലാണ്ട് വേറൊരുത്തും കൊണ്ടിട്ടില്ല. എന്തോ കാരണങ്ങൾ കൊണ്ടിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറപ്പെന്നുള്ള സീനൊന്നും എനിക്ക് തോന്നണമൊന്നുമില്ല. എന്തോ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റാത്തതിന്റെ ആയിരിക്കും. ഞാൻ എന്നിട്ട് ഞങ്ങളുടെ ഡിസംബറിൽ ട്രാവലോഡ്ജ് എന്താണ് എന്നെ കുറച്ച് കാട്ടുന്നുള്ളു. അപ്പൊ നിന്റെ കാണുന്നില്ല. ഇല്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡിസംബറിലെ ട്രാവലോഡ്ജിന്റെ ഇതൊക്കെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞപ്പോ ഒട്ടുമില്ല. അപ്പൊ വന്നു നവംബർ 2 മാസം ജോലി വലിയ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെയെന്ന് പറയുമ്പോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേനും റെന്റ് കൊടുക്കാറായി, കാശില്ല. പിന്നെ വേറൊരു ജോലി കണ്ടുപിടിക്കും. ജോലി നോക്കിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ തപ്പിട്ടോ പാർട്ട് ടൈമോ ഒന്നും ആവുന്നില്ല.
ഇരുന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും കിട്ടണില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഞാൻ ജോബ് ടുഡേ തന്നെ ടാക്കോസിൽ അപ്ലൈ ചെയ്ത് അവരെന്നെ വിളിച്ചു. ഇന്റർവ്യൂ ഫോണിൽ കൂടെ ആയിരുന്നു. റെസ്റ്റോറന്റ് ആണ് ആക്ച്വലി. അവിടെ കിച്ചൺ ക്രൂ എന്നുള്ള രീതിക്ക് അങ്ങനെ കയറിയതാ. അവരെന്നെ വിളിച്ചു, ട്രയൽ ഷിഫ്റ്റിന് ചെയ്യുന്നു. ഭയങ്കര പേടിയായിരുന്നു, ഞാൻ ചെയ്യണ ശരിയാവോ, ജോലി കിട്ടുമോ, അതൊക്കെയായിരുന്നു ആക്ച്വലി ടാക്കോസിൽ ചെയ്തത്. അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, ഇങ്ങനെ നീണ്ടു വന്ന് കിടക്കുന്ന കഥകളാണ്. ടാക്കോസിൽ ജോലിക്ക് കയറിയത്, ടാക്കോസിൽ ഞാൻ 2 വർഷം അടുപ്പിച്ച് ഞാൻ ടാക്കോസിലുണ്ടായിരുന്നു. ഞാൻ കിച്ചൺ ക്രൂ ആയിട്ടാണ് കയറിയത്. ഞാൻ കിച്ചൺ മാനേജറായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കുറെ കഥകളുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് പറയാനായിട്ട്. ആ ടൈമില് അനു കെയർ ഹോമിൽ കയറി പോയി. എനിക്ക് ട്രയൽ നടത്തി വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ചെല്ലുമ്പോൾ നമ്മൾ നഴ്സിംഗ് ചെയ്തിട്ടില്ല, അല്ലെ നഴ്സ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇവിടെ ചെന്നിട്ട് മനുഷ്യരുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായവരെ നമ്മൾ നമുക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവം ഞാൻ എന്തെങ്കിലും ചെയ്തെന്തെങ്കിലും പറ്റിയാ, ഒന്നാമതേ തട്ടപ്പെട്ടുന്ന മനുഷ്യരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ഫ്രാജൈൽ സ്കിൻ. അപ്പൊ നമുക്ക് ശരിക്കും എന്റെ ഇത് കാണുമ്പോൾ നമുക്ക് എന്നെ ചെയ്യണ്ടേ, അങ്ങനെ ഒരു ഭയങ്കര പേടിയൊക്കെ. അവിടെ ഉള്ളവര് ചെയ്യുന്നത്ര എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മൾ അവരുടെ കൂടെ അല്ലേ ഷാഡോങ് ഒക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് അവരവിടെ ചെന്ന് ചെയ്യുന്നത് കാണുമ്പോഴേക്കും നമുക്ക് ദൈവമേ ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ ഇങ്ങനെയൊക്കെ ആവുമോ, നമുക്കൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ചെന്നു കുഴപ്പമില്ല. 2 ദിവസം നമ്മളിന്നെ മലയാളീസ് അവിടെ ചെന്നാൽ നന്നായിട്ട് പണിയെടുക്കുന്നത് കൊണ്ട് എന്തായാലും അവിടെ ചെന്ന് 2 ദിവസം ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും. നന്നായിട്ട് നമ്മളോട് ചെന്ന് പണിയെടുത്ത് നമ്മൾ പിന്നെ ആത്മാർത്ഥമായിട്ടാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഈവൻ റെസിഡൻസിനെ ബാക്കിയുള്ളവർക്ക് സ്റ്റാഫിനൊക്കെ നമ്മളെ ഇഷ്ടമായി. എല്ലാരും ഞാൻ ആളിച്ചിരി കുഞ്ഞതായിരുന്നു, വന്നപ്പോ ഇച്ചിരി കുഞ്ഞതായിരുന്നു. അപ്പം അതുകൊണ്ട് കേരളത്തിൽ പണിയെടുക്കാൻ ചെല്ലുമ്പോ എല്ലാരും പറയായിരുന്നു ഞാൻ ചെറുതാണല്ലോ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നത്. നമ്മൾ ചെറുതാണല്ലോ നമ്മള് പണിയെടുക്കും നന്നായിട്ട്, അങ്ങനെയാണെന്ന് പറയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഉള്ള എല്ലാവരെക്കാളും നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കും, അങ്ങനെയായി. പിന്നെ അപ്പം നമ്മളെ ഷാഡോയിങ് ചെയ്തവരെ പോലെ നമുക്ക് നല്ല സ്പീഡായി, കാര്യങ്ങളായി, അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നമുക്ക് ആകെ കൂടെ നമ്മുടെ 20 മണിക്കൂർ ആഴ്ചയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം നമുക്ക് പറ്റത്തില്ല. പിന്നെ വേറെ ഇവിടെ ഇൻ ഹാൻഡ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കിയിട്ടൊന്നും ആ സമയത്ത് ജോലി ഒന്നും ഒരിടത്തുമില്ല. ആ ടൈമില് ഒന്നും കിട്ടുന്നില്ല. കാര്യങ്ങള് ഒത്തിരി. അപ്പൊ സ്റ്റുഡന്റ് വിസയിൽ വന്നപ്പോ നമുക്ക് ആഴ്ചയിൽ 20 hours മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവര് എംപ്ലോയേഴ്സ് പോലും നമുക്ക് തരൂല. നമ്മൾ പറയുന്നത് കുഴപ്പമൊന്നുമില്ല നമുക്ക് വർക്ക് ചെയ്തൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവര് ലീഗലി 20 hours എന്നുള്ള രീതിക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്യൂ വരും. അത് കഴിഞ്ഞ് നമ്മൾ PSW ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അത് ഇഷ്യൂ വരും. അങ്ങനെ 20 hours എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു മാസം നമുക്കൊരു 800 പൗണ്ട് അല്ലെ, ഒരു 900 പൗണ്ട്. അതിനപ്പുറം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് വേണം നമ്മൾ ഇവിടുത്തെ റെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ലണ്ടനിലാണ് സമയത്ത് ഞങ്ങൾ ഒരു റൂമിലായിരുന്നു കൂട്ടായത്. അപ്പൊ റൂമിലേക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു. അപ്പൊ റൂമിനും ഞങ്ങളുടെ അന്നത്തെ ബില്ലൂടെ കൂടി 600 പൗണ്ട്. 270 രൂപ 270 വെച്ച് ഒരാൾക്കൊക്കെ വന്നോണ്ട് തുടങ്ങിയപ്പോ അങ്ങനെയാണ്. ഇത് മാറി ഞാൻ ഇറങ്ങുമ്പോ 350 റൂമിന് അത്ര ആയിരുന്നു. എന്നാലും ഞങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് ഒരാൾക്ക് 300 പൗണ്ട് റെന്റായി. ഒരു 800 പൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 300 പൗണ്ട് റെന്റായി. ബാക്കി ചെലവുകള് ലണ്ടനിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ട്യൂബിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. പീക്ക് ടൈമിൽ ട്രാവൽ ചെയ്താൽ നമ്മളൊരു ദിവസം പീക്ക് ടൈമിലാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ 8 പൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് സ്റ്റുഡന്റ് പിന്നെ ഓയിസ്റ്റർ കാർഡ് എടുത്ത് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുമ്പോ ഈ ഒരു പ്രശ്നം ഡിപ്പെൻഡന്റ് ആയിട്ട് വരുമ്പം ആക്ച്വലി എക്സ്ട്രാ ഒരാൾക്കും കൂടിയിട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ കൂടെ തന്നെ ഒരാൾക്ക് വർക്ക് ചെയ്യുന്നു. ഒരു ഫാമിലി അല്ല അങ്ങനെ. ഇതെന്ന് പറയുമ്പോ പക്ഷെ ചില സമയത്ത് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലി കിട്ടാൻ വന്ന ആ ടൈമില് ഡിപ്പെൻഡന്റ് ആയിട്ട് ആൾക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അവർക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. സ്റ്റുഡൻസിനെ വെച്ച് 20 hours ഇവിടുത്തെ എംപ്ലോയീസിനാണെങ്കിലും നോക്കുമ്പോ സ്റ്റുഡൻസ് ആകുമ്പോൾ അവർക്ക് 20 hours കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് യൂണിയുള്ള ദിവസം അവർക്ക് പറ്റത്തില്ല, ചില ദിവസങ്ങളെ പറ്റത്തുള്ളൂ. ഞാൻ ചെയ്തോണ്ടിരുന്ന കെയർ ഹോമില് ഞാനാണ് ലാസ്റ്റ് അവിടെ ഒരു സ്റ്റുഡന്റ് വിസയിലുള്ള ആള് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഞാനൊരു കഴിഞ്ഞ വേറൊരു ജോലിയിൽ കയറുന്നത് വരെയും ഞാനാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റുഡന്റ്. വേറെ സ്റ്റുഡൻസ് വന്ന് അപ്ലൈ ചെയ്തിട്ടൊന്നും കൊടുക്കില്ല. സ്റ്റുഡന്റ് ആണോ അപ്പൊ തന്നെ എടുക്കില്ല. പിന്നെ 20 hours ഉള്ളൂ. പിന്നെ കെയർ ഹോമിലെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 12 hour ഷിഫ്റ്റാണ് ഞങ്ങളുടെ. അപ്പൊ 2 ദിവസം ചെയ്യുമ്പോൾ 24 ആവും. അവർക്കത് പിന്നെ സ്പ്ലിറ്റ് ചെയ്യാനും പറ്റില്ല. വേറെ ആരെയും ബാക്കി ചെയ്യാൻ കിട്ടത്തില്ല.
അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു അവർക്ക് മൊത്തത്തിൽ ഡിപെൻഡന്റ് അപ്പൊ കുറച്ചുകൂടെ ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. പിന്നെ കുറെ ഒക്കെ ഭാഗ്യം എന്ന് ഞാൻ പറയും കേട്ടോ. ഭാഗ്യം അല്ല എനിക്ക് ജോലി കിട്ടാനും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് ആ ഒരു 1-2 മാസം ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഞാൻ ടാക്കോസ് കയറി ആദ്യത്തെ തൊട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴത്തേനും കച്ചവടം കുറവ് വന്നപ്പോഴത്തേനും അവര് അവേഴ്സ് കുറച്ചു. ഞാൻ 45 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് നിന്ന് അത് ഭയങ്കരമായിട്ട് 32-35 hours നമുക്ക് ഫുൾ പിന്നെ അതേപോലെ തന്നെ ഞാൻ അവിടെ ടാക്കോസിൽ നിന്ന് തന്നെ ഞാൻ എന്റെ ഇന്റേൺഷിപ്പും ചെയ്തത്. അപ്പൊ എനിക്ക് അപ്പൊ തൊട്ടിട്ട് ഫുൾ ടൈം ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യായിരുന്നു. ഇന്റേൺഷിപ്പ് 40 hours ഇന്റേൺഷിപ്പാ. പക്ഷെ അതാ പ്രശ്നം, ഇവര് അവേഴ്സ് കുറയ്ക്കുന്നു ഇത് വരുമ്പോ. എനിക്കാണെങ്കിൽ അത്ര നാൾ അവിടെ നിന്നിട്ട് എന്റെ ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്നു ടാക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ 11 പേരുടെ ടീമാണ്. അതില് 8 പേര് മലയാളികളാണ്. ആക്ച്വലി നാട്ടിൽ നിന്നുള്ളവർ തന്നെയാ. അപ്പൊ ഫുള്ള് ഞങ്ങളുടെ ലോകം ടാക്കോസ് ആയിരുന്നു. ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അത് ഭയങ്കരമായിട്ടൊരു ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പണിയൊക്കെ ഭയങ്കര പട്ടിപ്പടി തന്നെയായിരുന്നു. പക്ഷെ അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നാണ്. നമ്മള് ഇവിടെയൊക്കെ കൂടുതൽ നിന്ന് വർക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു നമ്മളൊരു പൊതുവെ കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ബാക്കിയുള്ളവരെക്കാളും നമ്മൾ ഭയങ്കര എവിടെ ചെന്നാലും ആത്മാർത്ഥമായിട്ട് നമ്മൾ കൂടുതൽ കണ്ടുപിടിച്ചും കൂടെ ചെയ്യും. അതുകൊണ്ടുകൂടി പിന്നെ നമ്മൾ പറയില്ല കൂടുതൽ അതുമാതിരിയാണ്. നമ്മൾ പണി എടുക്കുന്നവരാണെങ്കിൽ ഓക്കെ, എന്നാൽ നമുക്ക് തന്നെ പണി വന്നോണ്ടിരിക്കും. അല്ലാതെ ചോദിക്കില്ലേ തിരുമ്പ പണി തരാൻ കുപ്പിന്ന് അതായത് ശരിക്കും അത് നമുക്ക് ഇവിടെ ചിലപ്പോൾ ശരിക്കും ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നന്നായിട്ട് പണി എടുക്കുന്നതല്ലേ എന്നാൽ അതുകൊണ്ട് ഒരു ചെറിയ കൺസിഡറേഷൻ അങ്ങനെ പണി എടുക്കുന്നവർക്ക് അവളല്ലേ എന്നാൽ അവൾക്ക് കൊടുക്കല്ല. അവളത് കഴിഞ്ഞ് വരുമ്പോ അവക്ക് എനിക്കൊക്കെയാണെങ്കിലും കേരളം ചെയ്തോണ്ട് നമുക്ക് നമ്മുടെ പണി കഴിഞ്ഞ് പിന്നെയും അതുകൊണ്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പഠിച്ചു നമ്മുടെ അടുത്ത് നമ്മൾ പയ്യെ ഇച്ചിരി സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ഇവിടെ സ്മാർട്ട് വർക്ക് ആണ് ഇവിടെ കാര്യം. അങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം എന്ന് എന്നോട് അവിടുന്ന് നമ്മുടെ സ്റ്റാഫ് തന്നെ ഉപദേശിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലൊക്കെ പറയുമ്പോൾ നമുക്ക് നടുവേദന അങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്ന ആളല്ല നാട്ടിൽ നിന്ന്. അപ്പൊ ഇവിടെ വന്ന് എനിക്ക് ചെറിയ നടുവേദനയൊക്കെ വരാൻ തുടങ്ങി. എനിക്കൊന്നും എല്ലാവർക്കും ഇപ്പൊ എനിക്കൊക്കെ കാലുവേദന അങ്ങനെയൊക്കെ വരുവാണ്. എനിക്ക് 20 hours വർക്ക് ചെയ്യുമ്പോ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഇപ്പം ഫുൾ ടൈം ആയപ്പോഴേക്കും എനിക്ക് കാലുവേദനയൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് ഇനി വൈറ്റമിൻ ഡി കുറവാണ് അതൊന്നും എനിക്കറിയില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാവർക്കും മിക്കവർക്കും പ്രശ്നം ഉണ്ടാവും. കാര്യം ഇവിടെ സമ്മർ പോലും 2-3 ദിവസം സമ്മറും ചൂട് വന്നപ്പം ഭയങ്കര ചൂട് 30 ഡിഗ്രി 2 ദിവസം ആക്ച്വലി അത് വന്നോളൂ. പക്ഷെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും നാട്ടില് 38 ഡിഗ്രി നിങ്ങൾ 30 ഡിഗ്രിയിലല്ലേ കിടക്കുന്നതൊക്കെ തോന്നും. പക്ഷെ നാട്ടിലെ ചൂടിനേക്കാളും ഭയങ്കര വയ്യാണ്ടാവുന്ന ചൂട് അതുപോലെ ഒരു ഇച്ചിരി നേരം. എനിക്ക് നാട്ടിലുള്ളപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യും തണുപ്പെന്ന്. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ആയിട്ട് എനിക്ക് തണുപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ മറ്റേ ലെയേഴ്സ് തെർമൽസ് ഇട്ട് അതിന്റെ പൊക്കത്ത് ജാക്കറ്റ് ഇട്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ ചൂട് വന്നാൽ എനിക്ക് അത് അങ്ങനെ 20 hours എനിക്ക് വന്നപ്പോ വലിയ കഷ്ടപ്പാടൊന്നും തോന്നിയില്ല. എനിക്ക് വന്നപ്പോ തന്നെ വർക്ക് കിട്ടി. പക്ഷെ എനിക്ക് ജോലിയൊക്കെ ഞാൻ തന്നെയായിരുന്നു. ഞാൻ വന്ന് എനിക്ക് പ്രറ്റിലാണ് ടില്ലിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് പ്രറ്റ് കിട്ടി. എന്നിട്ട് ഞാനത് കെയർ ഹോം കിട്ടുമ്പോൾ നമുക്ക് ഇച്ചിരി സേഫ് കെയർ ഹോം ഹെൽത്ത് കെയറിൽ ഇവിടെ നിന്നാല് കുറെ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മൾ പഠിത്തമൊന്നും കഴിഞ്ഞിട്ട് വിസ കിട്ടിയില്ലെങ്കിൽ അതെല്ലാവരും അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ അത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ദിവസം കെയർ ഹോമിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ അതങ്ങ് മാറ്റി. ഞാൻ കെയർ ഹോമിൽ നിന്നതുകൊണ്ടല്ല, ഇൻ കേസ് കോവിഡ് ഇനി വന്നു കഴിഞ്ഞാൽ നമുക്കത് സേഫാ കെയർ ഹോമിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കടമൊക്കെ വീട്ടണമല്ലോ. എന്റെയും അങ്ങനത്തെ വിചാരം അവസാനം വ്യവസായിച്ച് എല്ലാം നടന്നു. അപ്പം ഞാൻ പ്രറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ വീഡിയോയിൽ പറയാം.